അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണെന്ന് മാത്രം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ അലി സൈനുൽ ആബിദീൻ അവരുടെ മക്കൾ ഹുസൈനി സാദാത്ത് അങ്ങനെ യമനിലേക്ക് പോയവര് പിന്നെ അവിടെ വളർന്നു വലുതായി. അതാണ് ലോകത്ത് എവിടെ ചെന്നാലും സാദാത്തുകൾ യമനിൽ വന്നവരാണ് എന്ന് കൂടുതൽ കാണാൻ കഴിയും. മറ്റൊരു വിഭാഗം അങ്ങോട്ട് ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിലേക്ക് പോയി. ബുഖാറയിൽ നിന്ന് വന്ന തങ്ങന്മാര് അത് ഹുസൈനി സാദാത്താണ്. അവർ ഖാദിമികളാണ്, ഹുസൈനികളാണ്. പക്ഷെ ബുഖാറയിൽ നിന്ന് വന്നവരെ തങ്ങന്മാരെ നമ്മൾ തന്നെ അഹ്ദൽ എന്ന് പറയാൻ തുടങ്ങിയത്. നമ്മൾ നേർച്ചയൊക്കെ സജീവമാക്കിയപ്പോൾ അങ്ങനെയാണ് അഹ്ദൽ എന്നുള്ള പേര് നമ്മൾ സജീവമാക്കി കൊണ്ടുവന്നത്. അവേലത്ത് തങ്ങന്മാര്, പനമ്പുഴക്കൽ തങ്ങന്മാര്, പാണക്കാട്ട് തങ്ങന്മാര്, കൊന്നാര തങ്ങന്മാര്, അങ്ങനെയാണ് പറയാ. അപ്പോ അതുകൊണ്ടാണ് ചിലര് ബുഖാരികൾ തങ്ങന്മാരല്ല എന്ന് പറഞ്ഞു. എല്ലാ ബുഖാരികളും തങ്ങന്മാരല്ല. നമ്മൾ ഷഫീഖ് ബുഖാരിന്റെ ഇവിടെ അദ്ദേഹം തങ്ങളല്ല, അത് ബുഖാരി എന്നുള്ള പേരാണ്. അവേലത്തുകാരെല്ലാവരും തങ്ങന്മാരല്ല എന്ന് പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ അത്. അവേലത്ത് ഖാദർ മുസ്ലിയാരും മദ്രമ മുൻഷിയൊക്കെ അവേലത്തുകാരാണ്. മാത്രമല്ല അവർ തങ്ങന്മാരെ പോലെ തന്നെയാണ് ഉണ്ടായതും വളർന്നതും ഒക്കെ തന്നെ. പക്ഷെ അവർ തങ്ങന്മാരല്ല. ഇതുപോലെ ബുഖാറ എന്ന് പറഞ്ഞ പ്രദേശത്തുനിന്ന് വന്ന മുഴുവൻ ആളുകളും തങ്ങന്മാരല്ല. ബുഖാരി സാദാത്തല്ല എന്ന് പറഞ്ഞതാണ് അബദ്ധമായി പോയത്. അത് ചിലർ ഈ ഒരു തെറ്റിദ്ധാരണയുടെ സമീപം അത് അയാളും ബുഖാരിയാണല്ലോ, ഇയാളും ബുഖാരിയാണല്ലോ, അയാൾ തങ്ങളല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു സംഭവമാണ്. ബുഖാരികളിൽ സാദാത്തുക്കളുണ്ട്. പക്ഷെ അത് ആ നാട്ടിന്റെ പേരിൽ അറിയപ്പെട്ടു പോയതുകൊണ്ട് കബീല പറയാത്തതിനാൽ അന്നാട്ടിൽ നിന്ന് വന്ന തങ്ങന്മാരും അല്ലാത്തവരും ബുഖാരികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി തങ്ങളവരുടെയും ആ കബീല അത് കണ്ണൂരിലെ വളപട്ടണത്ത് അന്തിയുറങ്ങുന്ന സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി, അവരുടെ മകൻ സയ്യിദ് മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി കൊച്ചിയിൽ, അവരുടെ മകൻ മൗലൽ ബുഖാരി തങ്ങൾ ചേറ്റുവായിൽ നിന്ന് കണ്ണൂരിലെ സിറ്റിയിൽ വന്ന് അങ്ങനെ പിന്നീട് അത് അങ്ങ് പ്രചരിച്ചു, വിന്യസിച്ചു ലോകത്തിന്റെ നാനാഭാഗത്തും. ഡൽഹിയിലെ ബുഖാരിയുണ്ട്, ബുഖാരി ഇമാം എല്ലാവർക്കും അറിയാം. അഹമ്മദ് ബുഖാരി, അബ്ദുള്ള ബുഖാരി, അദ്ദേഹത്തിന്റെ പിതാവ് അഹമ്മദ് ബുഖാരി, അതിന്റെ പിതാക്കന്മാർ അവർ ഷാജഹാന്റെ കാലത്ത് വന്നിട്ടുള്ള സയ്യിദന്മാരാണ്. അത് ഷാഹി മസ്ജിദുകളിൽ, ഷാജഹാൻ ഉണ്ടാക്കിയ പള്ളികളാണ് ഷാഹി മസ്ജിദ്, അല്ല രാജാക്കന്മാരുടെ പള്ളികൾ, ഷാഹ്മാരുടെ പള്ളികൾ. പ്രധാനമായിട്ടും ഷാജഹാനാണ് ആർക്കിടെക്ചറുകൾക്ക് ഒരു മികവ് കൊടുത്തിട്ടുള്ള ആൾ. ഷാഹുമാരുടെ മസ്ജിദുകൾ. എനിക്ക് എന്തെങ്കിലും ഫോൾസ് ഉണ്ടോ ഡോക്ടർ തിരുത്തുന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ കൂടുതൽ ധൈര്യപൂർവ്വം ഇത് പറയുന്നത്. അല്ലെങ്കിൽ ചരിത്രം പറയാൻ പേടിയാ, ഇവിടെ പറയാൻ പേടിക്കേണ്ട കാര്യമില്ല. ആ ഷാഹി മസ്ജിദുകളിൽ ഇമാമാകാൻ വേണ്ടി കൊണ്ടുവന്നവരാണ്. ഇത് ഞാൻ സെയ്ദ് അബ്ദുള്ള ബുഖാരി ബോർഡ് നേരിട്ട് ചോദിച്ചിട്ടുള്ളത്. അവർ വന്നിട്ട് ഏകദേശം 300 വർഷമേ ആയുള്ളൂ. അങ്ങനെ ഒരു ബുഖാരി കബീല ഡൽഹി കേന്ദ്രീകരിച്ചു വളർന്ന ബുഖാരിമാർ ഇന്നും ഉണ്ട്. ഇന്നും ഡൽഹി ജമാ മസ്ജിദിന്റെ ഇമാമത്ത് പാരമ്പര്യം അവർക്കാണ്. അങ്ങനെ വന്നിട്ടുള്ള ആ പരമ്പരയിൽ അഹ്ദൽ പരമ്പര വടകരയിൽ നിന്ന് കാരക്കാട്ടിൽ വന്ന്, കാരക്കാട്ടിൽ നിന്ന് കാന്തപുരത്ത് വന്നു. ഇവിടെ അവർ കേന്ദ്രമാക്കുകയും ഇവിടെ നിന്ന് പിന്നെ പല ഭാഗത്തേക്കും, അങ്ങനെയാണ് നാട് വിട്ട് പല സ്ഥലത്തുമാണ് തങ്ങന്മാര് താമസിക്കുക. അതെന്തിനാ ഈ പ്രകാശം കൊളുത്തി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള വലിയ ഒരു കേരളത്തിലുടനീളം വലിയ ഒരു ദഅവത്തിന്റെ ദീനീ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആ മഹാനുഭാവന്റെ ഈ അനുസ്മരണത്തിനോടനുബന്ധിച്ച് തീർച്ചയായും സാദാത്തുക്കളുടെ ചരിത്രം അവലോകനം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൻഷാ അല്ലാഹ് വളരെ ബ്രീഫായിട്ട് ഡോക്ടർ അവതരിപ്പിക്കും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതിലേക്കുള്ള സൂചനകൾ നമുക്ക് നൽകും. അതിൽ കൂടുതൽ പഠിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആണല്ലോ ഇവിടെ കൂടുതലായിരിക്കുന്നത്, അത് വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെ ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ഉള്ള ഒരു ഗൈഡൻസ് നിങ്ങൾ ഇവിടുന്ന് കരസ്ഥമാക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനത്തിൽ ഉദ്ഘാടനങ്ങൾ ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.